അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരമായിട്ട് ഞങ്ങളുടെ ജാനിമോളെ ഹെയർ കട്ടൊക്കെ ചെയ്ത് കുളിപ്പിച്ചിരുന്ന് സുന്ദരി കുട്ടിയാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണേ. പത്തനംതിട്ട ജില്ലയാണ്, അടൂര് വടക്കെടുത്താവ് എന്ന് പറയും. റെഡ് വെറ്റ് എന്ന് പറയുന്ന ഒരു വെറ്ററിനറി ഹോസ്പിറ്റലാണ്. അവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് കേട്ടോ. അങ്ങനെ അവളെ ഒന്ന് സുന്ദരിക്കുട്ടി ആക്കണ്ട, എല്ലാവരും പറയുന്നുണ്ട്, വീഡിയോ കാണുന്നവരെല്ലാം അത്യാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൊച്ചിനെ ഒന്ന് അടിപൊളിയാക്കി എടുക്കണേ എന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോവാണേ. മുന്നിലത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, എൻ്റെ കുട്ടികളാണ് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഇരിക്കുന്നത്. ഹോസ്പിറ്റലിൽ അങ്ങോട്ട് കൊണ്ട് കയറ്റി അവളെ മൊത്തത്തിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അവളുടെ ബോഡിയിൽ കംപ്ലീറ്റ് രോമവും ജടയായിട്ടുണ്ട്. അവിടെ ഇവിടെ എല്ലാം ജടയായിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന ഡോഗുമായിട്ടെല്ലാം ഭയങ്കരമായിട്ട് കിടന്ന് കുത്തിമറിച്ചിലല്ലേ ആളുടെ ജോലി. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പം മഴ സീസണാണ്, എപ്പോഴും നമുക്ക് വിളിച്ച് കുളിപ്പിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അങ്ങനെയാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നത്. പിന്നെ നിങ്ങളെല്ലാവരും കൂടെ പറയുകയും കൂടെ ചെയ്തല്ലോ. അങ്ങനെ കൊച്ചിൻ്റെ ഉടുപ്പൊക്കെ ഊരി വെച്ചിട്ട് അങ്ങനെ ഓരോന്ന് ചെക്ക് ചെയ്ത് കണ്ടില്ല എടുക്കുന്ന എന്തുവാണ്. അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ ഉണ്ട്. പക്ഷേ എൻ്റെ കൊച്ചിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവൾ എല്ലാത്തിനും സഹായിക്കും. കണ്ടില്ലേ, ബാത്തിങ്ങിനായാലും അവൾ കയറിയപ്പോൾ തന്നെ അവൾ എന്നെ നോക്കുന്നുണ്ട്. ഞാൻ ഇട്ടിട്ട് പോകുന്നുണ്ടോ എന്നങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മളങ്ങനെ ഇട്ടിട്ട് പോകത്തില്ലല്ലോ, അവിടെ ചങ്ക് മുത്തല്ലേ അവൾ. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ ബ്രീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇതേ ക്യാരക്ടറാണോ എന്നൊന്ന് പറഞ്ഞേക്കണം. ചിലരുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കുറുമ്പ് കാണിക്കുന്നുണ്ട്, അല്ലാത്തവരുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് സൈലൻ്റായിട്ട് നിൽക്കുന്നതും ഉണ്ട് കേട്ടോ. നിങ്ങളുടെ എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൊച്ചിന് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞ ആളെ ഒന്ന് ഹീറ്റ് ചെയ്യാം. അങ്ങനെ ഹീറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷിറ്റ്സു ബ്രീഡിനെ നമ്മൾ വളർത്തുമ്പോൾ എന്തൊക്കെ നമ്മൾ നോക്കണം എന്നുള്ളതും, പിന്നെ അതുപോലെ ഇവരുടെ ഹെയർ ഫോൾ ഒത്തിരി ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലും ഇല്ല, നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് വീഡിയോ ഇട്ടേക്കുന്നത്. എത്രത്തോളം അവർ നല്ല പ്രഷർ കൊടുത്താണ് അവളെ കോം ചെയ്യുന്നത് നോക്കി. ഒരു രീതിയിലും അവിടെ രോമം എവിടെയും ആയിട്ടില്ല. അങ്ങനെ ഒരു സംശയം വേണ്ട, ഈ ബ്രീഡിന് അങ്ങനെയാണ്. നമ്മൾ മറ്റുള്ള ബ്രീഡ് പോലെയല്ല, ഇവരുടെ രോമം ഒരിക്കലും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരത്തേയില്ല. പിന്നെ ഇതുപോലെ മാസത്തിൽ ഒരിക്കലും കൊണ്ടുവന്നൊരു ഡീറ്റെയിൽ ആയിട്ടൊന്ന് അവളെ ഒന്ന് ക്ലീൻ ചെയ്യിക്കണം. ഈ ബ്രീഡിനെ ഒന്ന് ക്ലീൻ ചെയ്യിപ്പിച്ചാൽ മാത്രം മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. എനിക്കതൊന്നുമല്ല, എല്ലാത്തിലും സഹകരിക്കുന്ന എൻ്റെ ജാനിക്കുട്ടിയെ കാണുമ്പോഴാണ് എനിക്കൊരു പ്രത്യേകമായിട്ടൊരു സന്തോഷം. ഞങ്ങളുടെ വീട്ടിൽ തന്നെ കൊച്ചാണല്ലോ ഇത്, ഇവളെക്കുറിച്ചാണല്ലോ ഞാനിങ്ങനെ ഓരോ കുറ്റങ്ങളും പറഞ്ഞ് ഓരോ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ നോക്കുമ്പോൾ ഇവളെ പുറത്തിറക്കി കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഇവളെ എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കാരണം നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലെ രാജാക്കന്മാരല്ലേ, പക്ഷെ പുറത്തിറങ്ങുമ്പോൾ അവർ സൈലൻ്റാണ്. അതേപോലെ തന്നെയാണ് എൻ്റെ കുഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അവളെ എങ്ങനെയായാലും അടിപൊളിയാക്കിയെടുക്കണ്ടേ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ജാനിക്കുട്ടിക്ക് വേണ്ടിയിട്ടും. അതുപോലെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ തരുമോ. അതായത് നമുക്ക് ബോർഡിങ് വീട്ടിലുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. മുന്നിലത്തെ വീഡിയോ എന്തായാലും കണ്ടു നോക്കുന്നവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് എൻ്റെ വീഡിയോസിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് ഞാൻ എന്തായാലും എൻ്റെ കോൺടാക്ട് നമ്പർ എപ്പോഴും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴായാലും പറയുകയാണ്, നിങ്ങളുടെ ഏത് ഡോഗിനെയാണെങ്കിലും നമുക്ക് വീട്ടിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് വേണമെങ്കിൽ പിക്കും ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പൊന്നുപോലെ നോക്കും. ഞങ്ങൾ ഇതേപോലെ തന്നെ നമ്മൾ ഞങ്ങളുടെ ജാനിയെപ്പോലെ എങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെയുള്ള നിങ്ങളുടെ ഡോഗ് ഓരോന്നും അതുപോലെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തോളാം കേട്ടോ. ഇപ്പോൾ എൻ്റെ ജാനിക്കുട്ടി എങ്ങനെ ആയി വരുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇതിപ്പോൾ നോക്കി അവൾ ആകെ നാണം കെട്ടായിപ്പോയി കേട്ടോ. കാരണം അവളുടെ എവിടേക്കാന്ന് നോക്കി അവിടെ ഹെയറൊക്കെ എടുത്ത് കട്ട് ചെയ്യുന്ന കുഞ്ഞ് ആകെ നാറി. എന്തിനാ കുഞ്ഞ് നാറുന്നത്, അവിടെ അച്ഛൻ്റെ മുന്നിലല്ലേ അവൾ നിൽക്കുന്നത്. പക്ഷെ അവൾ അറിയുന്നില്ലല്ലോ പബ്ലിക്ക് കാണുമെന്നുള്ള കാര്യം. ഇപ്പോൾ നോക്കി അവളെ മൊത്തത്തിൽ ഷേപ്പ് കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കുന്നത്. കാരണം ഇവിടെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് കേട്ടോ. ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് ഇവിടുത്തെ സർവീസ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവിടെ തന്നെ ഓടി വരുന്നത്. ഞാൻ പ്രൊമോഷനായിട്ടൊന്നും പറയുമൊന്നുമല്ല. അത്യാവശ്യം അവർ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. നല്ല കെയറിങ്ങുമാണ് കേട്ടോ. ഇവിടുത്തെ ഡോക്ടേഴ്സ്, ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാം നല്ല രീതിയിലാണ് നോക്കുന്നത്. എൻ്റെ എല്ലാ ഡോഗുകളെയും ഞാൻ ഇവിടെ തന്നെയാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾ നോക്കിയിട്ടൊന്ന് പറയണേ ഇപ്പോൾ എങ്ങനെ ഉണ്ടോയെന്ന്. അത്യാവശ്യമുള്ള ഹെയറൊക്കെ അത്യാവശ്യം കട്ട് ചെയ്ത് അവൾക്ക് ഡിസ്റ്റർബായിട്ടുള്ള അത്യാവശ്യമുള്ള എല്ലാ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നെയിൽ നോക്കിയാൽ നന്നായിട്ടങ്ങ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ എൻ്റെ മോളെ ഏകദേശം കുളിപ്പിച്ചിട്ട് ഇപ്പോൾ 1 മാസം 1.5 മാസമായിട്ടുണ്ട്. അല്ലാതെ വീട്ടിൽ തന്നെ നമ്മളിതെല്ലാം ചെയ്യാറുണ്ടെങ്കിലും നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ പോയി ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് എല്ലാ ഡീറ്റെയിൽ ആയിട്ടും അവിടെ ഇയർ വരെ എല്ലാം നീറ്റ് ആൻഡ് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ കുഞ്ഞെല്ലാം ക്ലിയർ ആണെങ്കിലും നമ്മൾ മാസത്തിൽ ചെയ്യുന്ന ഏറ്റവും ബെറ്ററാണ്. ഇനിയാണ് ഫൈനൽ ടച്ചപ്പാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ.
ഇത്ര തന്നെ ഉള്ളു കേട്ടോ. ഈ ബ്രീഡിനെയൊക്കെ നോക്കാൻ ഇത്രയും ഒരു കുറച്ച് സമയം നമുക്ക് ഇവർക്ക് വേണ്ടി മാറ്റി വെച്ചാൽ മതി. ഞാൻ ആദ്യമേ എപ്പോഴും വീഡിയോയിലും പറയും, നമുക്ക് ഒരുപാട് തിരക്കുകളുണ്ടായിരിക്കും, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ദിവസങ്ങളിൽ നല്ല ദിവസമായിരിക്കും, ചില ദിവസങ്ങളിൽ നമുക്ക് മോശം ദിവസമായിരിക്കും. പക്ഷേ ഒത്തിരി നമ്മൾ ബുദ്ധിമുട്ടുകൾക്ക് ഇടയ്ക്കുള്ള ഇവരുടെ മുഖത്തോട്ടൊന്ന് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ മൈൻഡൊക്കെ ഉണ്ടല്ലോ, നമുക്കൊന്ന് റിലാക്സ് ആവും. കാരണം അത്രയ്ക്ക് ക്യൂട്ടല്ലേ. നോക്കി ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ കാണാൻ എങ്ങനെ ഉണ്ടെന്ന്. ഈ ഒരു നോട്ടം മതിയല്ലേ ഇവളുടെ മനസ്സൊക്കെ എപ്പോഴും നിറയും. അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് വാക്സിനൊക്കെ ഡോക്ടർ വന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാക്സിനൊക്കെ എടുത്ത് ഞങ്ങൾ മെഡിക്കൽ കുട്ടിയായിട്ട് വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ.